ഹലോ. ഇന്ന് ചായ ഉണ്ടാക്കാനും നേരമില്ല, കുടിക്കാനും നേരമില്ല. ഉറങ്ങിപ്പോയാൽ പിന്നെ അങ്ങനെ തന്നെയല്ലേ. രാവിലെ എണീറ്റ് ഇതിൽ കുറച്ച് നേരം കറങ്ങിയാൽ തന്നെ നേരെ ഉച്ചയാവും. അങ്ങനെ എണീറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞപ്പോഴേക്ക് എമിനും എണീറ്റിക്കണേ. അതിന് ശേഷം ഇതാ കുബൂസും ഇന്നലത്തെ ചിക്കൻ കറി ചൂടാക്കിയിട്ട് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാ. അതിന് ശേഷം ഞാൻ മക്കളെ കൂടെ കുറച്ച് നേരം ഇരിക്കും. ഇന്ന് നേരത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എസിൻ്റെ ക്ലീനിങ്ങിന് ആൾ വന്നത്. എമിനുവിൻ്റെ കുളിയും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ലഞ്ച് സമയമായി. ഇന്നിനി ചിക്കൻ പൊരിച്ചാൽ മാത്രം മതി. ഇന്നലത്തെ നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ ഉണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ അതൊക്കെ ചൂടാക്കി കഴിച്ചു. എന്നും ഇങ്ങനെ ആയാൽ എന്തൊരു സുഖമല്ലേ. ഇത് മുളകൊന്നും ഇല്ല കേട്ടോ, ഇതാണ് ജാലപ്പിനോസ്. നമ്മൾ പിസയിലൊക്കെ കാണലില്ലേ, ആ സാധനം തന്നെ. കസ്റ്റമർക്ക് കൊടുത്ത് ബാക്കി വന്നപ്പോൾ കാക്കു എനിക്ക് തന്നതാണ്. ഇനി ഇതൊന്ന് ഉപ്പിലിട്ട് വെക്കണം. അങ്ങനെ എമിനും സിയമോളും ഒക്കെ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് കാക്കുവിന് ബീലബന്ന് ഓർഡറാക്കി കഴിക്കാനൊരു പൂതി. ഞങ്ങൾ രണ്ടാളും മത്സരിച്ച് കഴിച്ചു തുടങ്ങി. തിന്ന് തിന്ന് അവസാനം സിയമോക്ക് വെക്കണമല്ലോ എന്ന് ഓർത്ത് കുറച്ച് ബാക്കി വെച്ച്. ഓവർ മധുരമാണേലും ഇടയ്ക്കൊക്കെ ട്രൈ ആക്കാം, അത്രേ ഉള്ളൂ. തിന്ന് കഴിഞ്ഞപ്പോഴേക്ക് എമീനും എണീറ്റിക്കണം കേട്ടോ. ഓക്കിപ്പോൾ അതൊരു ശീലമായിക്കണ്. വൈകുന്നേരത്തെ ചായ പിന്നെ ചിലപ്പോൾ കുടിക്കും, ചിലപ്പോൾ കുടിക്കൂല. ഇന്നിപ്പോൾ ഉണ്ടാക്കിക്കണ്. രാത്രിയായാൽ പിന്നെ ഞങ്ങളൊന്ന് പാർക്കിൽ പോകും. സ്ട്രോളറിൽ നിന്ന് എങ്ങനെയും എന്നൊന്ന് രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ എമിനുവിൻ്റെ ഇരുത്തം. ഇനിയിപ്പോൾ 2 മണിക്കൂർ പാർക്കിൽ കളിയും ചിരിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് അങ്ങനെ പോകും. അപ്പോൾ ശരി, എന്നാൽ നാളെ കാണാം. ബൈ.